നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. ഓഫീസ് സീൽ ചെയ്തുവെന്ന് കെജ്രിവാൾ. മോദിക്ക് മനോനില തെറ്റി. അഴിമതി കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസാണ് പരിശോധിച്ചതെന്ന് CBI. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ആപ്പിന് ഇരട്ടത്താപ്പെന്ന് BJP. പാർലമെന്റ് പ്രക്ഷുബ്ധം. ആർ ശങ്കറിന്റെ ജനസംഘബന്ധം പരാമർശിച്ച് നരേന്ദ്രമോദി. പാർലമെന്റ് ചേരുന്നതിനാൽ കേരളത്തിനായി പ്രഖ്യാപനങ്ങളില്ല. കോൺഗ്രസിന് രൂക്ഷ വിമർശനം. അയൽ രാജ്യങ്ങളുമായി സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് സൈനിക യോഗത്തിൽ മോദിയുടെ പ്രസംഗം. ശിവഗിരിയിലും ഹ്രസ്വ സന്ദർശനം. BJP പ്രസിഡന്റായി കുമ്മനം രാജശേഖരനെ നാളെ പ്രഖ്യാപിച്ചേക്കും. ഷോള കമ്മീഷന് ഹൈക്കോടതി വിമർശനം. ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയത് മാനദണ്ഡം ലംഘിച്ച്. ആഭ്യന്തരമന്ത്രിയുടെ വിമർശനം ന്യായം. താനൊരു മണ്ടനല്ലെന്ന് കമ്മീഷൻ. സരിത മൊഴിയെടുപ്പിനിടയിൽ നാടകീയ രംഗങ്ങൾ. രണ്ടാമത്തെ കുട്ടിയുടെ പിതാവാരെന്ന് കമ്മീഷൻ. ദില്ലിയിലെ വാഹന നിയന്ത്രണത്തെ പിന്തുണച്ച് സുപ്രീം കോടതി. കൂടിയ ശേഷിയുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വിലക്കാം. ആഡംബര വാഹനങ്ങൾ നിയന്ത്രിക്കാം. ട്രക്കുകൾ മലിനീകരണ പിഴ ഇരട്ടി നൽകണം. IPL-ൽ താരങ്ങൾക്കായി പുതിയ ടീമുകളുടെ ലേലം. ധോണിയും അശ്വിനും രഹാനെയും പൂനെക്ക്. ജഡേജയും റെയ്നയും രാജ്കോട്ടിന്. ധോണിക്കും റെയ്നയ്ക്കും 12.5 കോടി. വിശദമായി. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. ഓഫീസ് സീൽ ചെയ്തെന്നും ഫയലുകൾ പരിശോധിച്ചെന്നും കെജ്രിവാൾ ആരോപിച്ചു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലവിലെന്നും മോദിയുടെ മനോനില തെറ്റിയെന്നും അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. അതേസമയം അഴിമതി കേസിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലും വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയതെന്ന് CBI വിശദീകരിച്ചു. ഇന്ന് രാവിലെയാണ് CBI ദില്ലി സെക്രട്ടേറിയറ്റിൽ റെയ്ഡ് നടത്തിയത്. എന്നാൽ 3-ാം നിലയിലുള്ള തന്റെ ഓഫീസ് CBI സംഘം സീൽ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ കുറിച്ചതോടെയാണ് നടപടി പുറം ലോകമറിഞ്ഞത്. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് മോദി ഇത്തരം ഭീരുത്വം നിറഞ്ഞ നടപടികൾ തുടരുന്നതെന്ന് കെജ്രിവാൾ തുറന്നടിച്ചതോടെ വിഷയത്തിന് രാഷ്ട്രീയമാനം കൈവന്നു. മനോനില തെറ്റിയ ആളാണ് മോദിയെന്നും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലവിലെന്നും കെജ്രിവാൾ ആരോപിച്ചു. आपने दूसरों को तो डरा दिया CBI से. केजरीवाल नहीं डरने वाला. आपको पता नहीं है मैं किस मिट्टी का बना हूं. केजरीवाल नहीं डरने वाला. आखिरी सांस तक मैं मर मिटूंगा, देश के लिए लड़ता रहूंगा. लेकिन और मैं मोदी जी के इन CBI और टुटपंजियों से और इन गीदड़ भभकियों से नहीं डरने वाला. मैं ये उनको साफ साफ कह देना चाहता हूं. ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി CBI രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല റെയ്ഡ് നടത്തിയത്. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറിനെതിരെ നേരത്തെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഉയർന്നിരുന്ന അഴിമതി ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നടപടി രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും രാജേന്ദ്രകുമാറിനും മറ്റ്5 പേർക്കുമെതിരെ കേസെടുത്തുവെന്നും CBI അറിയിച്ചു. ഇയാളുടെ വസതിയിൽ നിന്ന് 2.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. Reports from certain quarters regarding search at the office of Chief Minister Delhi are completely baseless. CBI emphatically denies having searched the office of Chief Minister Delhi. False propaganda should not be used to impede our investigation. വിഷയം പാർലമെന്റിനെയും പ്രക്ഷുബ്ധമാക്കി. കേജ്രിവാളിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയിട്ടില്ലെന്നും കേജ്രിവാൾ മുഖ്യമന്ത്രിയാകുന്ന മുമ്പ് ഉയർന്ന ആരോപണത്തിലാണ് റെയ്ഡെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ പറഞ്ഞു. The Chief Minister of Delhi, his office has not been raided. The raid has nothing to do with Mr. Arvind Kejriwal. The raid has nothing to do with the tenure of Mr. Arvind Kejriwal as the Chief Minister of Delhi. അതേസമയം CBI കള്ളം പറയുകയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന കെജ്രിവാൾ മോദിക്കെതിരെ താൻ ഉപയോഗിച്ച വാക്കുകൾ പിൻവലിക്കണമെങ്കിൽ മോദി തന്റെ പ്രവർത്തികൾക്ക് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ദില്ലി. വിഷയത്തിൽ നമ്മോടൊപ്പം MI ഷാനവാസ് MP, PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ സാറ ജോസഫ്. ആദ്യം ശ്രീമതി സാറ ജോസഫ്, ഒരു മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ പേടിക്കുടലനെന്നും മനോരോഗിയുമെന്നും ഒക്കെ വിളിക്കുന്നത്. ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ആശാസ്യമാണോ? ശ്രീമതി സാറ ജോസഫ്, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം വളരെ നമുക്കെല്ലാവർക്കും അറിയാം, ഡൽഹിയിലെ മരവിക്കുന്ന തണുപ്പിലേക്ക് കുട്ടികളെ അടക്കമുള്ള ആളുകളെ കുടിയിറക്കി വിട്ട സംഭവത്തെ സംബന്ധിച്ച്
അരവിന്ദ് കെജ്രിവാൾ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പിന്നെ BJP സർക്കാരിൻ്റെ നേർക്ക് തൊടുത്തുവിട്ടത്. എന്ന് തന്നെയുമല്ല, ആ കുട്ടിയുടെ മരണത്തിന്റെ ഉത്തരവാദി അവരാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ കുടിയിറക്കപ്പെട്ട മനുഷ്യൻ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണ ദിവസമാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയത്. ഇതാ ദില്ലി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും റെയ്ഡ് നടത്തിയിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പാടുള്ളതാണോ എന്നാണ് സാറാ ജോസഫിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ചോദ്യം. നിങ്ങൾക്ക് വിരോധമുണ്ടായിരിക്കാം, രാഷ്ട്രീയ വിരോധമുണ്ടായിരിക്കാം, പക്ഷേ അതിന് ഈ വഴി അല്ല തേടേണ്ടത് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വെല്ലുവിളി നിറഞ്ഞ സ്വരം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങൾ മായാവതിയോട് കാണിക്കുന്നത് പോലെ, മുലായം സിംഗ് യാദവിനോട് കാണിക്കുന്നത് പോലെ, ലാലു പ്രസാദ് യാദവിനോട് കളിക്കുന്നത് പോലെ എന്നോട് കളിക്കേണ്ട. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു പുതുമയായിരിക്കും നരേന്ദ്രമോദിയെയും BJPയെയും സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CBIയെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം. നികേഷ്, ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം അഴിമതിക്കെതിരായി രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി, അതിൻ്റെ ഏറ്റവും പ്രധാന മുദ്രാവാക്യം അതായിരുന്നല്ലോ. അഴിമതിയിൽ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രൈമിൽ പ്രാഥമികമായ തെളിവുകൾ കിട്ടി ഫർദറായിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ഓഫീസും, മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, സെക്രട്ടറിയുടെ ഓഫീസും അയാളുടെ വീടും റെയ്ഡ് ചെയ്ത് തെളിവുകൾ എടുത്താൽ അത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഇഷ്യൂ ആക്കി ഒരു മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ അഴിമതിയിൽ സംശുദ്ധതയുള്ള ആളുകളാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എവിടെ റെയ്ഡ് അല്ലല്ലോ നടന്നത്, അവിടെ വന്നു എന്നല്ലേ ഉള്ളൂ. അവർ പറയുന്ന ആളുകളെ തടഞ്ഞു പോയി, അങ്ങോട്ട് പോരാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല അയച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ പ്രത്യേക ഓഫീസിൽ നിന്ന് രേഖകൾ കണ്ടെടുക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് നികേഷേ, ഒരു തെളിവ് വേണമെങ്കിൽ, ഒരാളെ കുറ്റവാളിയായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അഴിമതിയോട് ബന്ധപ്പെട്ട തെളിവ് വേണമെങ്കിൽ തെളിവ് ഏതെങ്കിലും ഒരു പ്രതി കൊണ്ട് കൊടുക്കുമോ? പ്രതിയോട് തെളിവ് നേരിട്ട് നിരക്കുന്നതല്ല. താങ്കളുടെ വാദങ്ങൾ അല്ലെങ്കിൽ BJPയുടെ വാദങ്ങൾ യുക്തിക്ക് നിരക്കുന്നതല്ല. ഈ രാജേന്ദർ കുമാർ എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഇക്കഴിഞ്ഞ ജൂലൈ മാസം മുതലാണ് ആരോപണങ്ങൾ വന്നു തുടങ്ങിയത്. എപ്പോഴാണോ അരവിന്ദ് കെജ്രിവാൾ രാജേന്ദ്ര കുമാറിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയത്, അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം തുടങ്ങിയത്. ഇപ്പോൾ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം 2007 മുതൽ 2005 വരെയുള്ള രാജേന്ദ്ര കുമാറിൻ്റെ ടേമിൽ സംഭവിച്ചതാണ് എന്നാണ് ആക്ഷേപം. അവിടെ ആരോപണം ഉന്നയിക്കുന്നതോ നേരിട്ട് CBIയോട് ഡൽഹി ഡയലോഗ് കമ്മീഷൻ്റെ മുൻ മെമ്പർ സെക്രട്ടറി ആശിഷ് ജോഷി, അഴിമതി വിരുദ്ധ ബ്യൂറോ തലവൻ AK മീണയ്ക്ക്, അതായത് ആരൊക്കെയാണോ ഈ സർക്കാരിനെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരൊക്കെ തന്നെ വളഞ്ഞിട്ട് അരവിന്ദ് കെജ്രിവാളിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ആ നിലയിൽ നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമോ അല്ലെങ്കിൽ അതിന്മേൽ നേരത്തെ അന്വേഷണം നടക്കുന്ന കേസോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഏറ്റവും ശക്തമായ ജൻലോക്പാൽ ബിൽ പാസാക്കിയെടുത്ത സംസ്ഥാനം എന്ന നിലയിൽ കഴിഞ്ഞ കുറേ കാലത്തെ ഭരണത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അരവിന്ദ് കെജ്രിവാളിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ല, അരവിന്ദ് കെജ്രിവാളിന് എന്താ ഇതിൽ പങ്ക്? ഒരു ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥൻ, അയാൾ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി അന്വേഷിച്ചാൽ അത് മുഖ്യമന്ത്രിയെ ബാധിക്കുമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ CCTV പിടിച്ചെടുക്കണമെന്ന് ഈ ആം ആദ്മി പാർട്ടി അവർ അതിൻ്റെ പേരിൽ പ്രസ്ഥാനം ഇറക്കിയത് ഞാൻ പറഞ്ഞുതരാൻ ഡേറ്റ് സഹിതം. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെർമിഷൻ വാങ്ങിയിട്ടാണോ അനുസരിച്ചിട്ട്? എന്തിനാ CCTV കണ്ടെടുക്കണമെന്ന് സാറാ ടീച്ചറുടെ കക്ഷി എന്തിനാണ് ആവശ്യപ്പെട്ടത്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ ഈ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർമാർ വന്നിട്ട് ഒരു സാധനം പരിശോധിച്ചാൽ അത് പാടില്ല, അതിന് പെർമിഷൻ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഹിമാലയം ബ്ലണ്ടർ അല്ലേ? കാരണം അഴിമതി കാണിച്ച് നാളെ കഞ്ചാവ് കൊണ്ട് ഒരാളൊരു ഓഫീസിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഡ്രഗ് കൊണ്ടിരിക്കുന്നു. ആ ഡ്രഗ് പിടിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് അയാൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ ഓഫീസിൽ അറിയിച്ചിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയാണോ വേണ്ടത്? എന്താ കെജ്രിവാളിന്റെ കുറ്റം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടല്ലേ നടപടി പോവാ? അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സെക്രട്ടറി അഴിമതി ആരോപണ വിധേയനാണ്.
അങ്ങനെ അഴിമതി ആരോപണ വിധേയനായ ആൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്തിനാണ് പതിവ് വിട്ട രീതിയിൽ പ്രതികരിക്കുന്നത്? അദ്ദേഹം പ്രധാനമന്ത്രിയെ പേടിക്കൊടലൻ എന്ന് വിളിക്കുന്നു, പ്രധാനമന്ത്രിയെ മനോരോഗി എന്ന് വിളിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയാണ് മനോരോഗി എന്ന് പ്രധാനമന്ത്രിയെ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെയും അപഹാസ്യമല്ലേ ജനാധിപത്യത്തിൽ? എന്തിനാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഭയക്കുന്നത്, പതിവ് വിട്ട് പ്രതികരിക്കുന്നത്? ശ്രീ എം ഐ ഷാനവാസ്. നികേഷ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു റെയ്ഡ് ശ്രീധരൻപിള്ള ഇതെല്ലാം നിസ്സാരവൽക്കരിക്കുകയാണ്. അതായത് എന്താണ് കേസ്, അത് വിശദീകരിക്കുവാൻ പാർലമെൻറ്റിലായിട്ടില്ല, മീഡിയകളിലും ഇവർക്കിത് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ആകെ പിടിച്ചു എന്ന് പറയുന്ന 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡോളറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3,500-4,000 ഡോളർ രൂപയാണ് വിദേശ പണം പിടിച്ചു എന്നാണ് പറഞ്ഞത്. 4,000 ഡോളർ. അത് മിക്കവാറും ഡൽഹിയിലെ വിദേശ യാത്ര നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും വീടുകൾ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,000-4,000 ഡോളർ എല്ലാവരുടെ കൈവശവും ഉണ്ടാവും. ബി ജെ പിക്കാരുടെ കൈവശം ഉണ്ടാവും, കോൺഗ്രസ്സുകാരുടെ കൈവശം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ശ്രീധരൻപിള്ളയുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, അതുണ്ടാവും. പിന്നെ ബി ജെ പിക്കാർ അത്ര വലിയ ഹരിചന്ദ്രന്മാരൊന്നും ആവണ്ട. ഇത് അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നത് നമ്മൾ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കണ്ടതാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള. അത് പോട്ടെ, അത് ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കണ്ട. എം എ ഷാനവാസ് തുടരുക. എന്താ കേട്ടില്ല നികേഷ, കേട്ടില്ല, എന്നോടല്ലേ ചോദിച്ചേ? അതെ ശ്രീ ഷാനവാസ് താങ്കൾ തുടരുക, ഞാൻ അതിനിടയിൽ ഒരു ടിപ്പണി പറഞ്ഞാണ്. അല്ല, അതൊക്കെ നമ്മൾ കണ്ടതാ, അതാ പറഞ്ഞ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവരുടെ ഒരു കൾച്ചറും ഞങ്ങളുടെ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണവും കെജ്രിവാളിൻ്റെ പ്രതികരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ഭുതകരമായ ഒരു വിജയം നേടി മുമ്പോട്ട് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ജയിച്ച അന്ന് മുതൽ ഈ ലെഫ്റ്റനൻറ്റ് ഗവർണറെ വെച്ച് എന്താ കാട്ടിയത്? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് 2.5 ലക്ഷം രൂപ പിടിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരെ ഡീമോറലൈസ് ചെയ്യുന്നതിന് വേണ്ടി CBIയെ ചട്ടുകമാക്കി വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പങ്കെടുത്ത് പറഞ്ഞതാണ്, വെള്ളാപ്പള്ളി നടേശനെ ചട്ടുകമാക്കി ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു, രാജേന്ദ്രകുമാറിനെ റെയ്ഡ് ചെയ്ത് കെജ്രിവാളിനെ അപമാനിക്കുക, അങ്ങനെ എല്ലാവരെയും അപമാനിക്കുക, എല്ലാവരെയും വിമർശിക്കുക, എല്ലാവരെയും മാനസികമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹിറ്റ്ലറിയൻ തന്ത്രമാണ്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, വളരെ വേഗത്തിൽ അക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം ആവശ്യമാണ്. ശ്രീ എം ഐ ഷാനവാസ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനകം തന്നെ വലിയൊരു കുറ്റപത്രമാണ് BJP സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഒന്ന്, ലഫ്റ്റനന്റ് ഗവർണർ ജംഗിനെ വെച്ച് ഒരു ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കുന്നു. ഫെബ്രുവരിയിൽ അരവിന്ദ് കെജ്രിവാൾ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അധികാരം മുഴുവൻ കവർന്നെടുക്കുന്നു. ഇവിടെ കേരളത്തിൽ 2 സമാന സംഭവങ്ങളാണ് ഏതാണ്ട്. ഇവിടെ കേരളത്തിൽ പ്രധാനമന്ത്രി 2 ദിവസമായി സന്ദർശനം നടത്തുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും, ഒരു പഞ്ചായത്ത് അംഗം പോലും അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിടാനില്ലാത്ത അതിഭയങ്കരമായ സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. ഇങ്ങനെയാണോ ഫെഡറൽ സ്ട്രക്ചർ? ഒരു കണ്ണൂർക്കാരനായ സുഹൃത്തിൻ്റെ വൈകാരികമായ അഭിപ്രായ പ്രകടനമാണ് ഇവിടെ ഞാൻ കാണുന്നത്. അതിനെ ഞാനിപ്പോൾ ഇത് പറയാൻ വന്ന എൻ്റെ മെയിൻ കാര്യം പോകാണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയട്ടെ, എന്നും ഇത്രയും കാലം ഈ അഴിമതിക്കാർക്ക് കൂട്ടായിട്ട് അഴിമതി നടത്തിയ ചരിത്രമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ കെജ്രിവാളിൻ്റെ പാർട്ടി അഴിമതിക്കെതിരായിട്ടാണ് പ്രധാനമായിട്ടും വന്നത്. ഇന്നിപ്പോൾ അഴിമതിയിലേക്ക് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായി രംഗത്ത് വന്നപ്പം കോൺഗ്രസും പിന്താങ്ങാൻ തയ്യാറിക്കുക. 2 കൂട്ടർ ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് കൂടട്ടെ. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഞാൻ ഒറ്റ കാര്യം, CBI ഇന്ത്യയിൽ സ്വതന്ത്രമായ ഇന്ന് പ്രവർത്തിക്കുന്ന ഡൽഹി പോലീസിനെ പോലെയല്ല. ഡൽഹി പോലീസ്
ഡൽഹിയിലെ കേന്ദ്ര ഭരണത്തിൻ്റെ കൺട്രോളിലുള്ളതാണ്. മറ്റേന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. CBIയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് സുപ്രീം കോടതി വിധി വന്നതും എൻ്റെ സുഹൃത്തിന് അറിയാത്തതല്ല, എല്ലാം ഷാനവാസിന് അറിയാം. അങ്ങനെയുള്ളൊരു സംവിധാനത്തിനകത്തിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടോ? ഫയൽ വിളിപ്പിക്കാൻ അധികാരമുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കാം, മറ്റൊന്നിലും ഇടപെടാൻ അവകാശമില്ല. അത് ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞോട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന അവസരത്തിൽ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ അവിടെ പോയി പരിശോധിക്കാൻ ഓഫീസർമാർക്ക് അവകാശമില്ലെങ്കിൽ അത് നാളെ മുഖ്യമന്ത്രിയുടെ ആൾക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 4 പേരുടെ പേരിൽ നടപടി വന്നു. അവരൊക്കെ പലരും നിരപരാധികളാണ്. ഞാനൊരാൾക്ക് വേണ്ടി ഹൈക്കോടതി കേസ് കൊടുക്കുന്ന ആളെ കോച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പെർമിഷൻ വാങ്ങിയിട്ടാണോ ഇതെല്ലാം പോയിട്ടുള്ള കേരളത്തിൽ? പെർമിഷൻ വാങ്ങിയിട്ടാണോ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 4 സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്? CCTV-യിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിരർത്ഥകമായ കാര്യങ്ങൾ ഈ സമയത്ത് അതൊന്നും പക്ഷേ ശ്രീ PS ശ്രീധരൻ താങ്കൾക്ക് തന്നെ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ അവസരം തരാം. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് എന്താണ്? നിൽക്കൂ, CBIക്ക് എൻ്റെ ഓഫീസിലെ ഏത് ഫയലാണ് ആവശ്യം എന്ന ചോദ്യത്തിന് തുടർച്ചയായി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് ഞാൻ കുറേ കാലമായി തീരുമാനമെടുത്തു വരികയായിരുന്നു. ആ കേസിൽ അരുൺ ജെയ്റ്റ്ലിയുടെ പേരുണ്ട്. ആ ഫയലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് പരിശോധിച്ചത്. ആദ്യം 9 മണിക്ക് അരവിന്ദ് കെജ്രിവാൾ ആദ്യത്തെ ട്വീറ്റ് ചെയ്യുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പരിശോധനയായിരുന്നു. പിന്നീട് ഒന്നും കിട്ടില്ല എന്നുറപ്പായപ്പോൾ അത് രജീന്ദർ കുമാറിൻ്റെ പേരിലുള്ള റെയ്ഡായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. എന്തോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷിച്ച സാധനം കിട്ടാതെ വന്നപ്പോഴാണത് രജീന്ദർ കുമാറിൻ്റെ പഴയ കേസിൻ്റെ പുറത്തുള്ള റെയ്ഡും ഫയൽ സീസിങ്ങും ഒക്കെ ആയി മാറിയത്. അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും ഗുരുതരമായ കേസാണ്. ഒപ്പം അരുൺ ജെയ്റ്റ്ലിയുടെ പേരിലുള്ള കേസിൻ്റെ ഫയലുകൾ തേടാനാണ് CBI വന്നത് എന്നാണ്. നേരത്തെ ഇത് കൂട്ടിലടച്ച തത്ത മാത്രമായിരുന്നു എങ്കിൽ തെളിവുകൾ പിടിച്ചെടുക്കുന്ന അന്വേഷണ ഏജൻസിയായി കൂടി CBIയെ മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. നികേഷ്, നിങ്ങളുടെ ഓഫീസിലാണ് ഞാൻ ഡൽഹിയിലായിരിക്കുന്നത്. ഞാൻ ഇവരോട് ചോദിച്ചു, ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ഉണ്ടായിരുന്നു? എങ്ങനെയുള്ള കാര്യം? അതില്ല. കേജ്രിവാൾ പുറം ലോകത്തോട് ഇത് പറയുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സംഭവമേ ഡൽഹിയിൽ അറിഞ്ഞിട്ടില്ല. ഡൽഹി സെക്രട്ടേറിയറ്റ് നടക്കുന്ന സംഭവം ഇത് കരുതിക്കൂട്ടി ഇഷ്യൂ ആക്കാൻ എന്തിനാണെന്നറിയാമോ? 3 മന്ത്രിമാർ രാജിവെച്ചു പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ പുറത്താക്കേണ്ടി വന്നത്, അപവാദത്തിൻ്റെ ആയിട്ടുള്ള കളങ്കം പേറേണ്ടി വന്നത് അഴിമതിക്കെതിരായുള്ള മന്ത്രിസഭയിൽ നിന്നാണ്. ആ 3 പേരിൽ ജയിലിൽ കിടന്നില്ലേ 3 മന്ത്രിമാർ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ? ഇതിൻ്റെ എല്ലാം ഉള്ള ഒരു സംവിധാനത്തിൽ ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിൽ സെക്രട്ടറി അതൊരു കേസിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസോട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. പേഴ്സണലായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് രേഖകൾ നോക്കാൻ വേണ്ടി നോക്കാനുള്ള അവകാശം CBIക്ക് അല്ലെങ്കിൽ അവിടെയും കൃത്യമായ ഉത്തരം ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ, ഈ പറയുന്ന IT വകുപ്പിൽ ഒക്കെയാണ് ഈ ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തിയതായി ആക്ഷേപമുള്ളത്. എങ്കിൽ ആ വകുപ്പുകളിൽ പോയിട്ടല്ലേ റെയ്ഡ് നടത്തേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസിൽ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഫയൽ കാണുക? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നത് എന്നതാണ് ചോദ്യം അവരുടെ. നികേഷ്, പ്രാഥമികമായി താങ്കളെപ്പോലെ ഒരാളെ ഈ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം പറയരുത്. പേഴ്സണലായ ഒരാളുടെ പേര് വ്യക്തിപരമായി ചീറ്റിങ്ങും മിസ്അപ്രോപ്രിയേഷനും ഒക്കെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഴിമതി കേസുകൾ വരുന്ന സമയത്ത് അയാളുടെ പേഴ്സണൽ ഫയൽ നോക്കണമെങ്കിൽ അദ്ദേഹം എപ്പോഴും ഇരിക്കുന്ന ഓഫീസും അദ്ദേഹത്തിൻ്റെ വീടും പോയി നോക്കേണ്ടതില്ല എന്നും അത് ഔദ്യോഗികമായി വിളിപ്പിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ മാത്രം രജീന്ദർ കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ മാത്രം അന്ന് ഈ പറയുന്ന 3 വകുപ്പുകളിൽ മന്ത്രിമാരായിരുന്നവരുടെ വീട്ടിലോ ഓഫീസുകളിലോ റെയ്ഡ് നടത്തിയിട്ടില്ല? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ പേരിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അവരുടെ ഓഫീസുകളിലോ വീടുകളിലോ റെയ്ഡ് നടത്തുന്നില്ല? എന്തുകൊണ്ട് നജീബ് ജംഗ്
അവിടുത്തെ സർവാധികാരിയായി ഇപ്പോഴും പ്രവർത്തിക്കുന്നയാൾ ഈ കാലഘട്ടത്തിലും അവിടുത്തെ ഗവർണറാണ്, ലഫ്റ്റനന്റ് ഗവർണറാണ്. എന്തുകൊണ്ട് അവിടെ നടത്തുന്നില്ല? എന്തുകൊണ്ട് രജീന്ദർ കുമാർ എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ മാത്രം? പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇതിൻ്റെ ഫയലുകൾ മാറ്റിയിട്ട് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിലല്ലേ ശീലാദീഷിൻ്റെ വീട്ടിൽ പോയി ചെയ്യണം നിങ്ങൾ പറയുമ്പം അത് താങ്കളുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്. അതിനെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. പേഴ്സണൽ അലിഗേഷനിൽ ഒരു അന്വേഷണം നടത്തുമ്പം ആ ആളിൻ്റെ വീടോ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തോ പോയിട്ട് പരിശോധിച്ചുകൂടാന്നൊരു നിയമം ഈ രാജ്യത്തുണ്ടായാൽ ഒരഴിമതി കേസ് തെളിയിക്കാൻ സാധിക്കില്ല. ഒരു സാറാ ജോസഫ്, നേരത്തെ എച്ച് ഡി ദേവഗൌഡയുടെ ഭരണകാലത്ത് അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ സമാനമായ വിധത്തിൽ റെയ്ഡ് നടന്നിരുന്നു. അതുകൊണ്ട് ഇത് ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കലാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, CNG കേസിൽ കഴിഞ്ഞ ആഴ്ച ഇതേ രജീന്ദർ കുമാറിനെ CBI ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ശ്രീ MI ഷാനവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെയല്ല, 3 ലക്ഷം വിദേശ കറൻസി, 2.4 ലക്ഷം ഇന്ത്യൻ കറൻസി, നിരവധി കെട്ടിടങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ എല്ലാം തന്നെ ഇന്ന് CBI പിടിച്ചെടുത്തിട്ടുണ്ട്. ശരിയാണ്, ഏറ്റവും വലിയ അഴിമതി നിരോധന നിയമം ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാൾ അറിയപ്പെടുന്നുണ്ടാവുമായിരിക്കും. സ്വന്തം മന്ത്രിമാരെ പുറത്താക്കുന്ന വിവരം വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് പ്രഖ്യാപിക്കുന്നയാളാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു മന്ത്രിക്കെതിരെ, MLAക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുകയും അത് ആദ്യം വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്തിനാണ് നേരത്തെ ശ്രീ PS ശ്രീധരൻപിള്ള പറയുന്നത് പോലെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ഭയക്കുന്നത്? റെയ്ഡ് നടക്കുമ്പോൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒളിപ്പിക്കാനുണ്ട്, അത് കൂടി കൊണ്ടുപോയി കളയുമോ എന്ന പേടി കൊണ്ടാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയമുണ്ടോ? അരവിന്ദ് കെജ്രിവാൾ ഭയമുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു പ്രധാനമന്ത്രിയെ കയറി അയാൾ സൈക്കോപാത്താണ് എന്ന് പറയാൻ ധൈര്യം കാട്ടിയിട്ടുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യമാകട്ടെ ഏറ്റവും അനീതി നിറഞ്ഞ ഒരു സംഗതി ഉണ്ടായപ്പോഴാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുമ്പോൾ, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദക്രമങ്ങൾ പാലിച്ചിട്ടില്ല. 2, മുഖ്യമന്ത്രിയുടെ ഫയലുകൾ ഇവരെന്തിനു തിരയുന്നു? അപ്പോൾ നേരത്തെ നികേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള എന്തോ അവർക്ക് അവിടെ കണ്ടെത്താനുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നത്. എന്നിട്ട് അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ നുണ പറഞ്ഞു. അതും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ അരുൺ ജെയ്റ്റ്ലി നുണ പറഞ്ഞു എന്ന്. അവിടെ ആരൊക്കെയാണ് വഞ്ചിച്ചത്? ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടാണ് നുണ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവുകയും ഫയലുകൾ പരിശോധിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തതിന് ശേഷം ജനങ്ങളെ മുഴുവനും കണ്ണടച്ച് വഞ്ചിച്ചുകൊണ്ട് ഞാൻ നുണ പറഞ്ഞ് പാർലമെന്റിൽ നുണ പറഞ്ഞു അരുൺ ജെയ്റ്റ്ലി. ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിൽ മോദി സർക്കാർ ഇതപര്യന്തം നടത്തിയിട്ടുള്ള ഓരോ സ്റ്റെപ്പും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേരള ഹൗസിലേക്കുള്ള ഇരച്ചുകയറ്റം, അവിടെ നടത്തിയ റെയ്ഡ്, അതൊരു മര്യാദയായിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് നടത്തിയ റെയ്ഡ് അതൊരു മര്യാദയായിരുന്നു. കേരള മുഖ്യമന്ത്രി പങ്കെടുക്കാതെ കണ്ട് ഇവിടെ നടത്തിയ മോദിയുടെ മീറ്റിങ്ങുകൾ അതൊരു മര്യാദയായിരുന്നു. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഉണ്ടാകേണ്ട വളരെ കൃത്യമായിട്ടുള്ള ചില യോജിപ്പുകൾ ഉണ്ടായിരിക്കണം. അത് മറികടന്നുകൊണ്ട് ഉള്ള നിലപാടാണ് മോദി സർക്കാരിൻ്റേത് എല്ലാ കാലത്തും. അവർക്ക് ഇന്ത്യ ഒരു ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫെഡറൽ രാജ്യമായിരിക്കുകയോ ആവശ്യമില്ല. അവർക്ക് അവരുടേത് മാത്രമായിട്ടുള്ള ഒരു എംപയർ അത് ആയിരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിവിടെ ആകെ ഉത്തരം പറയാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ ഉള്ളപ്പോൾ മോദി ഒരു സൈക്കോപാത്താണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞുവെങ്കിൽ ഒരു സൈക്കോപാത്തിനല്ലാതെ ഒരു ഗുജറാത്ത് പ്ലാൻ ചെയ്യാൻ കഴിയില്ല എന്നും കൂടി നമ്മൾ ആലോചിക്കണം. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ റെയിൽവേയിലെ കുടിയൊഴിപ്പിക്കൽ, ആ കുടിയൊഴിപ്പിക്കൽ ഏറ്റവും വലിയ അപമാനം ഇവർക്ക് ഉണ്ടാക്കി. 3 മന്ത്രിമാരെ പുറത്താക്കിയത് അപമാനമല്ല ആം ആദ്മി പാർട്ടിക്ക്, അഭിമാനമാണ്. കാരണം അഴിമതി ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയെ ഒരു നിമിഷം മന്ത്രിസഭയിലോ പാർട്ടിക്കകത്തോ ഇരിക്കാതെ പുറത്താക്കാനുള്ള ആർജവം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കാരണം റൈറ്റ് ടു റീകോൾ എന്നും റൈറ്റ് ടു റിജക്റ്റ് എന്നുള്ള 2 നിയമങ്ങൾ ഞങ്ങൾക്ക്
കൊണ്ടുവരുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനലോക്പാൽ ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. ജനലോക്പാൽ ബില്ലിന് ശേഷം ഈ പറഞ്ഞ നിയമങ്ങൾ കൂടി വരുമ്പോൾ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കുന്ന ഒരു പ്രക്രിയയിൽ ഇടപെടുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഴിമതിക്കാർക്കും വർഗീയ പാർട്ടികൾക്കും ഒരു ഭയമാണ് ഡൽഹി. ഡൽഹിയിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഡൽഹിയിലെ മുഴുവൻ ജനങ്ങളും ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അതെന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും സൈക്കോപാത്ത് എന്ന് വിളിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരു മനോരോഗി എന്ന സൈക്കോപാത്ത് എന്ന രീതിയിലുള്ള ഒരു ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു അഭിസംബോധന അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഭംഗിയായ ഭാഷയിൽ വിമർശിക്കാമല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, മോഡി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇദ്ദേഹം പറയുന്നു, ശ്രീധരൻപിള്ള പറയുന്നത് CBI സ്വതന്ത്രമാണ്. എന്ത് സ്വതന്ത്രം എന്നാണ് പറയുന്നത്? ഇവിടെ ദളിത് കുട്ടികൾ മരിച്ചപ്പോൾ പട്ടികളെന്ന് അവരെ വിളിച്ച മന്ത്രി ഇപ്പോഴും ഇരിക്കുക. ഇവിടെ ഓരോ സംസ്ഥാനത്തിലും ഇടപെട്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് BJPയും പ്രധാനമന്ത്രിയും മുമ്പോട്ട് നീങ്ങുകയാണ്. കേരളത്തിലും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി, ആർ ശങ്കറിനെ RSS ആക്കാൻ നോക്കി. എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെ ഓരോരുത്തരുടെ അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് അവർ വിളിക്കും. ഉമ്മൻചാണ്ടി ഇത്രയും അപമാനമുണ്ടായിട്ട് ആ പദപ്രയോഗം അദ്ദേഹം നടത്തിയില്ല. എൻ്റെ അറിവനുസരിച്ച് നാളെ അദ്ദേഹം അസംബ്ലിക്കകത്ത് ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പോയതിന് ശേഷം സംസാരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യും. മാന്യമായി അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ യാത്രയാക്കി. ഇതാണ് ഞങ്ങളുടെ മാന്യത. അതേ സമയത്ത് മോഡി ഇന്നത്തെ പ്രസംഗത്തിലും എല്ലാ രംഗങ്ങളിലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദി. ഒരു കാര്യം അറിയാലോ, എന്താ CBI സ്വതന്ത്രം എന്ന് പറഞ്ഞു? കൊളീജിയം സിസ്റ്റമാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഗോപാൽ സുബ്രഹ്മണ്യം എവിടെ? ഗോപാൽ സുബ്രഹ്മണ്യം അമിത്ഷായ്ക്കെതിരെ കേസ് നടത്തി എന്നതിൻ്റെ പേരിൽ സ്വതന്ത്രമായ വ്യത്യസ്തമായ വിഷയമാണത്. തുടരുക. എനിക്ക് ആ സൈക്കോപാത്തിൽ തുടരേണ്ടതുണ്ട് ചർച്ച. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, സൈക്കോപാത്ത്, മനോരോഗി അല്ലെങ്കിൽ അതിവിചിത്ര ചിന്തകളിലും പ്രവൃത്തികളിലും ഏർപ്പെടുന്ന മനോരോഗി എന്നാണ് നരേന്ദ്രമോദിയെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ വേട്ടയാടുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് രജീന്ദർ കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI കേസെടുത്തിരിക്കുന്നത്. അതായത് തനിക്കിഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരിയോടൊപ്പം നിൽക്കുന്ന രജീന്ദർ കുമാർ എന്ന IAS ഉദ്യോഗസ്ഥനെതിരെ CBIയെ കൊണ്ട് കേസെടുപ്പിക്കുക, ആ ഭരണകാലത്ത് തന്നെ സെക്രട്ടേറിയറ്റ് സീസ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുക. രണ്ട്, മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ച IPS IAS ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും കോടതികൾ കയറി ഇറങ്ങുകയാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ അവരുടെ എല്ലാ നടപടികളിലും കള്ളക്കേസുണ്ടാക്കി എന്നാണ് അവരുടെ വാദം. ഏതാണ്ട് 3-4 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അനാഥ പ്രേതങ്ങളെപ്പോലെ ആ സംസ്ഥാനത്ത് അലയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ സൈക്കോപാത്ത് എന്ന് അരവിന്ദ് കെജ്രിവാൾ വിളിച്ചത്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, നികേഷിൻ്റെ അഭിപ്രായം ഞാൻ അതിനോടിപ്പം പിന്നീട് പറയാം. കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക രംഗം എങ്ങനെയാണ്? സാംസ്കാരിക നായികമാരിൽ ഒരാളായി ഇപ്പോഴാണല്ലോ അവർ രാഷ്ട്രീയക്കാരിയായത്. ബഹുമാനപ്പെട്ട, ഞാനും വളരെയധികം അവരുടെ പുസ്തകങ്ങളും വായിക്കും, അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. അവർ പറഞ്ഞ മര്യാദയെപ്പറ്റി അവരിവിടെ പറഞ്ഞത്, ആ മര്യാദയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സൈക്കോപാത്ത് എന്ന് വിളിച്ചപ്പം ഇതാണ് സംസ്കാരം. നമ്മുടെ സാംസ്കാരിക തകർച്ചയ്ക്ക് ഇതിനപ്പുറത്തൊരു തെളിവ് ആവശ്യമില്ല. ഇത്തരം ആളുകളാണ് നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് എതിർക്കാം. അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എതിർത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ സാറാ ടീച്ചറോട്, നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തിന് ജനങ്ങളുടെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളായാലും പിന്നീട് നടന്ന 12 കൊല്ലത്തെ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ മനസ്സിലാക്കിയ ജനങ്ങളുടെ ജനവിധിയുണ്ട്. നമ്പർ 1. നമ്പർ 2, അദ്ദേഹത്തിനെതിരായിട്ട് ഒരു FIR പോലും സുപ്രീം കോടതി വരെ പോയിട്ട് പ്രഥമ ദൃഷ്ട്യാ സാധിച്ചോ? ആർക്കെങ്കിലും ഒരു സ്വകാര്യ ന്യായം കൊടുത്ത് ഈ മനുഷ്യനെതിരായിട്ട് സാധിച്ചോ?
പിന്നെ ആരാ സാറാ ടീച്ചറും ഞങ്ങളുടെ എതിരാളികളും പറയുന്നത് കേട്ടിട്ടാണോ, അല്ലെ കോൺഗ്രസ് പറയുന്നത് കേട്ടാണോ ഞങ്ങൾ തീരുമാനമെടുക്കേണ്ടത്? നികേഷ് പറയുന്നത് കേട്ടാണോ ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്? ഞങ്ങൾ എതിർത്തോളൂ, സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള മുൻവിധിയോടുകൂടി വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള സമീപനം ജനാധിപത്യ വിരുദ്ധമാണ്. ആ ജനാധിപത്യ വിരുദ്ധത്തിന് ഇത്തരം ആളുകൾ, എനിക്ക് സാറാ ടീച്ചർ അത് ചെയ്തതിൽ ഞാൻ എൻ്റെ മനസ്സിൽ ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. ഞാൻ അവരോട് അത്ര പറയുന്നുള്ളൂ. അവർക്ക് സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറാ ടീച്ചറെ കുറെ വിമർശിച്ച് താങ്കൾക്ക് ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്ന്, 2015 മെയ് മാസത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ ആ ഉദ്യോഗസ്ഥന്റെ നടപടിക്കെതിരെ നിങ്ങളൊരു കേസ് ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയാണ്. അത് കെജ്രിവാളിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള പേരിൽ തനിക്കെതിരെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനെതിരെ ഈ പഴയ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളല്ലേ? ഞാൻ പേര് പറയണോ? 3-4 ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അനാഥ പ്രേതങ്ങളെ പോലെ ആ സംസ്ഥാനത്ത് ഓടി നടക്കുകയാണ്. എന്ത് കാരണത്താൽ? ആ മുഖ്യമന്ത്രിയെ എതിർത്തു എന്നതിന്റെ പേരിൽ. മാത്രമല്ല, ഒരു ആഭ്യന്തര സഹമന്ത്രിയെ വെടിവെച്ച് കൊന്ന കാര്യമൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. എന്താണ് സൈക്കോപാത്ത് കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നതിന്റെ ചിത്രം നൽകിയെന്നേ ഉള്ളൂ. ഒരുപാട് ആരോപണം. ഈ സാറാ ടീച്ചർ ഇതിനേക്കാൾ വാസ്തവത്തിൽ നിങ്ങൾ അതിര് വിട്ടുകൊണ്ട് ഈ കാര്യം പറയും. എത്ര വിഷയം ഇപ്പോൾ പറഞ്ഞു, എനിക്ക് മറുപടിക്ക് സമയം തരുമോ? എന്നാൽ ഞാൻ ഓരോന്ന് പറയാം. ആ 2 ഉദ്യോഗസ്ഥന്മാരുടെ കേസ് സുപ്രീം കോടതി വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയാണ്. നിങ്ങളുടെ ചാനലൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ആ 2 കേസുകളും അവരുടെ സംബന്ധിച്ചുള്ള നടപടികൾ തള്ളിപ്പോയി. പരമോന്നത നീതിപീഠത്തെക്കാൾ വലുതാണോ നികേഷും മറ്റുള്ള രാഷ്ട്രീയക്കാരും ചാനലുകാരും? പിന്നെ ഏത് സംഭവങ്ങൾ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തോളൂ. ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അഴിമതി കേസിനെ സംബന്ധിച്ചിടത്തോളം അത് നോക്കട്ടെ, റെയ്ഡ് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വേറൊരു കാര്യമാണ്. എന്താ റെമഡി? കെജ്രിവാള് ഒപ്പിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വാചകമനുസരിച്ച് എന്താ റെമഡി? നിങ്ങൾക്ക് ക്വാഷ് ചെയ്യിക്കാം. ആ കേസ് നിങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥന്, IAS ഉദ്യോഗസ്ഥന് ഇപ്പം ഇതിൽ വന്ന ആളിന് ക്വാഷ്യം കൊടുത്തുകൂടെ? അല്ലെങ്കിൽ നീതിപീഠത്തിന്റെ മുന്നിൽ നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ പേരിൽ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവരാൻ, അതായത് ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസെങ്കിലും നരേന്ദ്രമോദിയുടെ പേരിലുണ്ടോ എന്ന് തുടർച്ചയായി ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷമായി ശ്രീ PS ശ്രീധരൻപിള്ള ചോദിക്കുന്നു. അപ്പോഴാണ് MI ഷാനവാസ് പറയുന്നത് അമിത്ഷായ്ക്കെതിരെ കേസ് നടത്തിയ ഗോപാൽ സ്വാമിയെ ജഡ്ജിയാക്കാൻ അനുവദിച്ചില്ല കൊളീജിയം എന്ന്. അല്ലെങ്കിൽ അമിത്ഷായുടെ കേസുകൾ പരിഗണിച്ച് തള്ളിയവരെ ഗവർണറാക്കുന്നു എന്ന്. ഗോപാൽ സ്വാമിയുടെ കാര്യത്തിൽ ഒറ്റ വാക്ക് ഞാൻ ഗോപാൽ സ്വാമിയെ പറ്റി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും പറഞ്ഞല്ലോ. ഗോപാൽ സ്വാമിയുടെ കാര്യത്തിൽ നമ്മളെ കൊളീജിയമുള്ള സമയത്ത് എന്താ നടപടിക്രമം? കൊളീജിയമുള്ള സമയത്ത് കൊളീജിയത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് തിരിച്ചയക്കാൻ കേന്ദ്ര സർക്കാർ സാധിക്കും. പിന്നെ തീരുമാനമെടുക്കേണ്ട കൊളീജിയമാണ്. കൊളീജിയം രണ്ടാമത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതിനർത്ഥം മറ്റൊന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാരനായ അന്ധമായി BJPയെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, മടക്കി അയക്കുന്ന ഫയലുകൾ 1 തവണയാണോ 2 തവണയാണോ ഏത് സർക്കാരിലും മടക്കാറുണ്ട്. ഗോപാൽ സ്വാമിയെ ജഡ്ജിയാക്കാനാകില്ല എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അമിത്ഷായുടെ കേസ് പരിഗണിച്ചവർ ഗവർണറാകുന്നുണ്ട്. അമിത്ഷായുടെ കേസുമായിട്ട് എന്താ? നിങ്ങളൊരു കേസിൽ വിട്ട് വിരോധമായ നികേഷ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ളത്. ഇങ്ങനൊക്കെ ഒരു ആങ്കറായിട്ടിരിക്കുമ്പോൾ ഇത് ചെയ്യരുത്. അദ്ദേഹത്തിന്റെ കേസ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 3-അംഗ ബെഞ്ചാണ് വിട്ടത്. അമിത്ഷായുടെ കേസ്, ഈ വിട്ട കേസിൽ സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ചിനേക്കാൾ ഞാൻ ആ കേവലെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അറിയിക്കുന്ന അവജ്ഞയോട് അവഗണിക്കുക. നികേഷ്, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശ്രീധരൻപിള്ള ഒന്നും സമ്മതിക്കില്ല, ഒരു BJPക്കാരനും ഒന്നും സമ്മതിക്കില്ല. അവരുടെ ഒരു മൈൻഡ് സെറ്റപ്പ്, മൈൻഡ് തന്നെ മൗൾഡ് ചെയ്തിരിക്കുന്നത് വെറും കഠോരമായ ഹൃദയത്തിൻ്റെ ഉടമകളാക്കി ഇവരെയൊക്കെ ഒരു മാനസികമായ അടിമത്തത്തിൽ വെച്ചുകൊണ്ട് RSS സംഘപരിവാർ ശക്തികൾ മുമ്പോട്ട് നീങ്ങുകയാണ്. എല്ലാവരെയും പുച്ഛം, എല്ലാവരെയും എതിർപ്പ്, എല്ലാവരെയും എത്ര IPS ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ നശിപ്പിച്ചു, എത്ര IAS ഉദ്യോഗസ്ഥന്മാരെ ഗുജറാത്തിൽ നശിപ്പിച്ചു, ആരെല്ലാം പേരിൽ എന്തെല്ലാം കേസുകൾ നിങ്ങളെടുത്തു. അങ്ങനെ ഉള്ള ഒരു വലിയ ഒരു ഫിയർ സൈക്കോസിസ് ഈ രാജ്യത്തുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിങ്ങൾ റെയ്ഡ് നടത്തിയത്.
എന്താണ് കേസ്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ രാജ്യത്തുള്ള, അതൊന്നുമല്ല. CBIക്കുള്ള പ്രശ്നം അരവിന്ദ് കെജ്രിവാൾ ഇവർക്ക് തലവേദനയാണ്. ഇതാ വരാൻ പോകുന്നു പഞ്ചാബ് ഇലക്ഷൻ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് അവരെ ഡീമോറലൈസ് ചെയ്യുക, കെജ്രിവാളിനെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കുക. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ എന്തെല്ലാം പണിയുണ്ട് CBIക്ക്. ഇത് മാത്രം നോക്കി ഒരു പൊളിറ്റിക്കൽ വെപ്പണാക്കി CBIയെ നിങ്ങൾ ഉയർത്തിയിട്ട് സാറാ ജോസഫോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ശ്രീധരൻപിള്ളയ്ക്ക് വേദനിക്കുകയാണ്. ശ്രീധരൻപിള്ള വേദനിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ട് ഈ രാജ്യത്ത്. കഴിഞ്ഞ 1.5 വർഷമായി പഴയ ഉടനെ നിങ്ങൾ പഴയ സിഖ് കലാപം എടുക്കും. പക്ഷേ ഈ 1.5 വർഷത്തിനിടയിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണത്തിൻ്റെ പേരിൽ വേദനിക്കുന്നവർ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുകയാണ്, നിങ്ങളെ വലിയ തോതിൽ ഉപദ്രവിക്കുകയാണ്. ഭരിക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മി പാർട്ടി സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ വാദം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊരു സുപ്രധാനമായ ഒരു ഘട്ടമാണ് എന്ന് തോന്നുന്നു. ഒരു സംസ്ഥാന സർക്കാരിനെ ഈ നിലയിൽ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അതിനെയൊക്കെ തന്നെ വാശിയോടുകൂടി വെല്ലുവിളിയോടുകൂടിയൊക്കെ നേരിടാം. എന്നാൽ തന്നെയും അങ്ങനെ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഓടി വന്നു മമതാ ബാനർജി അടക്കമുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർ. അങ്ങനെ ഒരു വിശാലമായ സഖ്യം ആവശ്യമാണ് എന്ന് തോന്നുന്ന ഘട്ടമാണോ ആം ആദ്മി പാർട്ടിക്ക്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശാലമായ സഖ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഏത് രീതിയിൽ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഹിന്ദുത്വ അജണ്ടയിൽ അധിഷ്ഠിതമായ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ ഉണ്ടാവുകയും ഇന്ത്യ അതിൻ്റെ കീഴിൽ അമരുകയും ചെയ്യില്ല. കാരണം ഇന്ത്യ ആത്യന്തികമായി ഈ 69 കൊല്ലവും എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ജനാധിപത്യം എന്ന് പറയുന്ന ആത്മാവ് അതിൽ വിശ്വാസമർപ്പിക്കുകയും അതിനെ മുറുകി പിടിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ BJP അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം ഇവിടെ ഇത്തരത്തിലുള്ള സംഗതികൾ നടപ്പാക്കാം എന്ന് കുറച്ചു കാലത്തേക്ക് 5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുമെങ്കിലും ഭാവി നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്തുകൊണ്ടാണ് ആ പ്രത്യേക ടേം അദ്ദേഹം ഉപയോഗിച്ചത്. ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വിവരമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? മാംസം ഭക്ഷിച്ചു എന്നുള്ള പേരിൽ ഒരാളെ തല്ലിക്കൊല്ലുക, എഴുത്തുകാരെ വെടിവെച്ച് കൊല്ലുക, അതുപോലെ തന്നെ ദളിത് കുട്ടികളെ ചുട്ടുകൊല്ലുക, അതുപോലെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക, വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനകൾ നടത്തുക, ചരിത്രത്തെയും ശാസ്ത്രത്തെയും വളച്ചൊടിക്കുക. ഇതൊക്കെ കാലത്തെ പിറകോട്ട് എത്രത്തോളം നിങ്ങൾക്ക് തള്ളി മാറ്റാൻ പറ്റും? അപ്പോൾ ജനാധിപത്യ ഇന്ത്യ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിയിൽ അധിഷ്ഠിതമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ നേർക്ക് നടന്നിട്ടുള്ള ഈ ആക്രമണത്തിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഐക്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു സഖ്യത്തിന് തയ്യാറെടുക്കുകയാണോ ആം ആദ്മി പാർട്ടി? ഉദാഹരണത്തിന് ബംഗാൾ, കേരളം, പഞ്ചാബ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ശരിയാണ്, നേരത്തെ എം.ഐ. ഷാനവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായ പ്രസൻസ് പഞ്ചാബിൽ ഉണ്ട്. അരവിന്ദ് കെജ്രിവാൾ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിരുപാധിക പിന്തുണ കൊടുക്കുക എന്നുള്ള. ലാലു പ്രസാദ് യാദവ് ഉൾപ്പെട്ടിട്ടുകൂടി JDU RJD സഖ്യത്തിന് നിരുപാധിക പിന്തുണ കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി. സമാനമായ വിധത്തിൽ പഞ്ചാബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് സ്വീകാര്യമായ കക്ഷികളെ പിന്തുണയ്ക്കുകയായിരിക്കുമോ ആം ആദ്മി പാർട്ടി ചെയ്യുക? ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ടോ? ഇവിടെ കൂടിയാലോചനകളുടെ കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പഞ്ചാബ് ആം ആദ്മി പാർട്ടി കീഴടക്കുക തന്നെ ചെയ്യും. ഡൽഹി അവിടെ ആവർത്തിക്കും. അത്രമാത്രം ശക്തമായ ഒരു ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യവും പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. പഞ്ചാബിലെ ഇലക്ഷനിൽ വേറൊരാളും ജയിക്കാൻ പോകുന്നില്ല, ആം ആദ്മി പാർട്ടി തന്നെ ജയിക്കുന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതേസമയം
ഇന്ത്യയുടെ മുമ്പിലുള്ള വലിയ വിപത്ത് ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ബീഹാറിൽ നടന്നത്. ലാലു പ്രസാദ് യാദവിനെ കെട്ടിപ്പിടിച്ചു, അതുകൊണ്ട് തന്നെ അഴിമതിയാണ് കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേയധികം ചാനൽ ചർച്ചകൾ നടന്നു. അവിടെ കൃത്യമായിട്ടൊരു നിലപാട് അരവിന്ദ് കെജ്രിവാൾ എടുത്തു. ആ എടുത്ത നിലപാട് BJPക്കെതിരെ തന്നെയായിരുന്നു, വർഗീയതയ്ക്കെതിരെയായിരുന്നു, ഇന്ത്യയിൽ വളർന്നു വരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെയായിരുന്നു, ഇന്ത്യയെ അത്തരത്തിൽ ജനാധിപത്യത്തെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ബീഹാറിലെ അത്തരത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തത്. അത് തന്നെ ആവർത്തിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും. എവിടെയാണോ ഇന്ത്യയുടെ ജനാധിപത്യം തകർക്കപ്പെടുന്നത്, എവിടെയാണോ മതപരമായ അസഹിഷ്ണുത വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്, എവിടെയാണോ വർഗീയ വിഷം വമിക്കുന്നത്, അവിടെ ഇന്നോളം എതിരിടാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥയ്ക്ക് ഒരു പകരം വരികയാണ്. ഇവിടെ നിങ്ങൾ ഒരു പുതിയ കക്ഷിയെ കൂടി വിശാല പ്രതിപക്ഷത്തിന് സമ്മാനിക്കുകയാണ്. ഇതുവരെ വേറിട്ട് നിൽക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. പക്ഷെ അവരെ കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിയിലേക്ക് സമ്മാനിക്കുകയാണ്. അവർ ഒന്നിച്ചു നിൽക്കണം. ഡൽഹിയിൽ ഉൾപ്പെടെ അവർ ഒന്നിച്ചു നിൽക്കണം. അല്ല, ഡൽഹിയിൽ ഉൾപ്പെടെ അവർ ഒന്നിച്ചു നിൽക്കണം. എന്തുകൊണ്ട് പരസ്യമായി ഒന്നിച്ചു നിൽക്കുന്നില്ല? നിങ്ങളെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഇവിടെ എന്ത് വർഗീയത നടന്നിട്ടുള്ളത്? BJP ഭരണത്തിന് കീഴിൽ ഏതെങ്കിലും ഒരു അഴിമതി സംഭവം, ആർക്കെങ്കിലും ഖജനാവിന് 10 പൈസ നഷ്ടപ്പെട്ട ഒരു അഴിമതി സംഭവം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാൻ വെല്ലുവിളിക്കുക. 1.5 കൊല്ലമായി. മാറ്റമല്ല. അതിനെയാണ് ഏറ്റവും ശക്തമായിട്ട് അവർ എതിർക്കുന്നത്. ഇവരുടെയൊക്കെ മനസ്സിലാണ് വാസ്തവത്തിൽ വർഗീയതയുള്ളത്. വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് RSS ദേശീയ സംസ്കാരം പറയുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ വെറുക്കാൻ സാധിക്കുക? 5000 കൊല്ലത്തെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു നാടിന് അതിന് എങ്ങനെ എതിർക്കാൻ സാധിക്കുക? ഏറ്റവും അധികം എതിർക്കുന്ന BJP, ഇവർ പറയുന്ന BJP ജനസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ അത് തുടങ്ങിയ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ പറഞ്ഞത്? തിയോക്രസി സലീൻ ടു ദിസ് കൺട്രി എന്നാ. തിയോക്രസി ഇന്ത്യ വന്ന ഇന്ത്യ ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇത് അടിസ്ഥാന പ്രമാണമാണ്. ആ പ്രമാണത്തിൽ നിന്ന് മാറിയ BJP ഇല്ല, RSS ഇല്ല. നിങ്ങൾ ആവർത്തിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട സാഹചര്യമുണ്ട് ഇന്ന് ഇന്ത്യയിൽ. നിങ്ങളുടെ സ്പേസ് ആണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എടുത്തത്. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് ആഗ്രഹിക്കാനാവുക ശരിയാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കട്ടെ. കാരണം അവരുടെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിപ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ 3 സീറ്റിൽ ഒതുങ്ങിപ്പോയെങ്കിൽ പോലും BJP ഇന്നും ദില്ലിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുഴുവൻ സീറ്റുകളും അവിടെ നേടാനായത്. അപ്പോൾ നിങ്ങളുടെ ആ സ്പേസ് എടുക്കുന്ന പാർട്ടിയുമായി എങ്ങനെയാണ് നിങ്ങൾക്ക് പങ്കുചേരാനാവുക, അണിചേരാനാവുക? അത് എന്നോടല്ലേ ചോദിച്ചത്. ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. മോഡി 45 രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് മുഴുവൻ നടന്ന് ഒരുപാട് സംസാരങ്ങൾ നടത്തി. ഈ പ്രസംഗങ്ങളും സംസാരങ്ങളും അല്ലാതെ ഇന്ത്യയിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യുവാൻ അദ്ദേഹത്തിന് ആയിട്ടില്ല. ഇന്ത്യയിൽ പുതിയ ഒരു കൾച്ചർ കൊണ്ടുവന്ന് 5000 കൊല്ലത്തെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ശ്രീധരൻപിള്ള പറയുകയും ശ്രീധരൻപിള്ളയുടെ ഒരു വാചകത്തിൻ്റെ ദുഷ്ടബുദ്ധി നികേഷ് കണ്ടോ? എത്രമാത്രം വിഷമാണ് അദ്ദേഹം പറഞ്ഞത്. സാറാ ജോസഫ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറയുന്നു, നിങ്ങൾ ഹിന്ദു വിരുദ്ധയാണ്. എന്താ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവരുടെ തറവാട്ട വക സ്വത്താണോ? ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടി ആരാധിക്കുന്ന, ഞങ്ങൾ കൂടി ബഹുമാനിക്കുന്ന, ഞങ്ങൾ കൂടി സ്നേഹിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ നികേഷ് പറയുമ്പോൾ നികേഷിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ പറയുമ്പോൾ എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. അമിത്ഷായുടെ അതൊക്കെ എല്ലാവർക്കും എതിരെ എല്ലാ ചാനലിനും ഈ രാജ്യത്ത് കാണുന്ന എല്ലാ നല്ല ആശയം പറയുന്നവർക്കുമെതിരെ ആര് പറഞ്ഞാലും ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു. ഞങ്ങളുടെ കൂടെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന മതമാണ് ഹിന്ദു സമുദായവും ഹിന്ദുത്വവും. അതിൻ്റെ അകത്ത് നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് നികേഷ്, ഒരു സംശയവും വേണ്ട. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ഒരുപാട് മുമ്പോട്ട് നീങ്ങി. അത് മനസ്സിലാകാത്ത ഒരാള്
ആൾക്കാരാണ്, ആൾക്കാരുടെ കൂട്ടത്തിൽ കുറച്ചൊക്കെ ശ്രീധരൻപിള്ളക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ എം ഐ ഷാനവാസ്, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശ്രീ എം ഐ ഷാനവാസ്, ഒപ്പം തന്നെ ശ്രീമതി സാറാ ജോസഫ്.